إنا أوحينا إليك كما أوحينا إلى نوح والنبيين من بعده وأوحينا إلى إبراهيم وإسماعيل وإسحاق ويعقوب والأسباط وعيسى وأيوب ويونس وهارون وسليمان وآتينا داود زبورا ورسلا قد قصصناهم عليك من قبل ورسلا لم نقصصهم عليك وكلم الله موسى تكليما رسلا مبشرين ومنذرين لئلا يكون للناس على الله حجة بعد الرسل وكان الله عزيزا حكيما لكن الله يشهد بما أنزل إليك أنزله بعلمه والملائكة يشهدون وكفى بالله شهيدا إن الذين كفروا وصدوا عن سبيل الله قد ضلوا ضلالا بعيدا إن الذين كفروا وظلموا لم يكن الله ليغفر لهم ولا ليهديهم طريقا إلا طريق جهنم خالدين فيها أبدا وكان ذلك على الله يسيرا يا أيها الناس قد جاءكم الرسول بالحق من ربكم فآمنوا خيرا لكم وإن تكفروا فإن لله ما في السماوات والأرض وكان الله عليما حكيما. നമ്മൾ 153 മുതൽ നമ്മൾ പറഞ്ഞു വരുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ വേദക്കാരുടെ റസൂലിനോടുള്ള ആ ഒരു ചോദ്യമാണ്. അവരുടെ ചോദ്യത്തിൻ്റെ തുടർച്ചയാണ് ഈ ആയത്തും. അതെന്താണെന്ന് വെച്ചാൽ യസ്അലുക അഹ്ലുൽ കിതാബി അൻ തുനസ്സില അലൈഹിം കിതാബൻ മിനസ്സമാ. അവർ റസൂലിനോട് അവർക്ക് ഒരു കിതാബ് ഉപരിലോകത്ത് നിന്ന് ഇറക്കി കൊടുക്കാൻ, അവർക്ക് ഓരോരുത്തർക്കും ഇറക്കി കൊടുക്കാനൊക്കെ അവർ ആവശ്യപ്പെട്ടു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആയത്തും. അതായത് മുഹമ്മദ് നീ റസൂലാണ്, നിനക്ക് ഇറങ്ങുന്നു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഞങ്ങൾക്കും കൂടി അത് ബോധ്യപ്പെടണം. അപ്പോഴാണ് അള്ളാഹ് പറഞ്ഞത് അവർ അതിനേക്കാൾ വലിയതൊക്കെ മൂസാ നബി അലൈഹി സ്വലാമിനോട് ചോദിച്ചിട്ടുണ്ട് എന്നൊക്കെ ആ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞു. അതായത് അവരുടെ ഒരു നിലപാടെന്താണെന്ന് വെച്ചാൽ ഇതുവരെയും, അതായത് ഈ സബൂറാണെങ്കിലും ഇഞ്ചീലാണെങ്കിലും തൗറാത്താണെങ്കിലും ഈ കിതാബുകളൊക്കെ അവതരിച്ച ഈ ഞങ്ങൾ, അതായത് ഈ ബനൂ ഇസ്രായേല്യരായ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കെ ഞങ്ങൾക്ക് അവതരിക്കാതെ ഇത് നിനക്ക് എങ്ങനെ അവതരിച്ചു എന്നുള്ളതാണ് അവരുടെ സംഭവം. അത് വെച്ചിട്ടാണ് അവർ ഈ ചോദിക്കുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് പറയാണ്, ഞാൻ താങ്കൾക്ക് ഈ വഹയ് ഒക്കെ നൽകിയിട്ടുള്ളത് കമാ ഔഹൈന, നാം നൽകിയതുപോലെ, വഹയ് നൽകിയതുപോലെ തന്നെയാണ്. അതായത് ഇവർക്കൊക്കെ വഹയ് നൽകുമ്പോൾ, ഞാൻ പ്രവാചകന്മാർക്ക് വഹയ് നൽകുമ്പോൾ ബനൂ ഇസ്രായേല്യരോട് മൊത്തം ചോദിച്ചിട്ടോ അവരുടെ മുഴുവൻ അഭിപ്രായം ആരാഞ്ഞിട്ടോ അവരോട് കൂടിയാലോചിച്ചിട്ടോ ഒന്നും ആയിരുന്നില്ല. അള്ളാഹു ആർക്കാണോ വഹയ് കൊടുക്കാൻ തീരുമാനിച്ചത് അത് അള്ളാഹുവിൻ്റെ ഇഷ്ടം മാത്രമാണ്. അതിൽ വേറെ ആർക്കും അതിൽ ഇടപെടാൻ ഒരു വകുപ്പുമില്ല. അതുപോലെ തന്നെയാണ് താങ്കൾക്കും ഞാൻ ഈ വഹയ് നൽകിയത്. അത് അവർക്ക് അറിയാവുന്നതാണല്ലോ എന്നാണ് ഈ പറയുന്നത്. അതുകൊണ്ടാണ് ഇലാ നൂഹിന് നൽകിയെന്ന് പറയുന്നത്. ആദ്യം നൂഹ് നബി അലൈഹി ഇസ്ലാമിനെയാണ് ആദ്യം പറയുന്നത്.
വൻ നബിയീന മിൻ ബഅദിഹി, അദ്ദേഹത്തിന് ശേഷമുള്ള നബിമാർക്കും. ഇത് നൂഹ് നബി ആദ്യത്തെ പ്രവാചകന് ആയതുകൊണ്ടൊന്നല്ല, നൂഹ് നബി ആദ്യത്തെ നബിയൊന്നല്ല. അതിൻ്റെ മുമ്പും നബിമാരുണ്ടായിട്ടുണ്ട്. നമ്മൾ കേൾക്കുന്നുണ്ട് ആദൻ നബി ഉണ്ട്, ഷീസ് നബി ഉണ്ട്, ഇദ്രീസ് നബി ഉണ്ട്. ഇതൊക്കെ നൂഹ് നബിക്ക് മുമ്പുള്ള നബിമാരായിട്ടാണ് പറയപ്പെടുന്നത്. പക്ഷേ നൂഹ് നബിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നൂഹ് നബിയാണത്രേ ആദ്യത്തെ റസൂല്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഒരു ഹദീസിൽ 1,24,000 പ്രവാചകന്മാർ വന്നിട്ടുണ്ട് എന്നതാണ്. അങ്ങനത്തെ അതിൽ റസൂലുമാരുണ്ട്. ആ റസൂലുമാരിൽ ആദ്യത്തെ റസൂലാണ്. അതായത് ആദ്യം ഒരു ശരീഅത്ത് നിയമം നടപ്പാക്കുന്നത് അദ്ദേഹമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ കുറിച്ച് ആദ്യം പറയുന്നതെന്നാണ് പറയുന്നത്. തന്നെയല്ല, ഈ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ശേഷമുള്ള മനുഷ്യന്മാർ എന്ന് പറയുന്നത് ഒന്നുകിൽ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ സന്താന പരമ്പരകൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൽ വിശ്വസിച്ചവർ. ആ ജനങ്ങളെ പിന്നെ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ മുമ്പേ ഉള്ള കാര്യം ശരിക്കും പറയേണ്ടതില്ല നമ്മളോട് പറയുമ്പോൾ, അതുകൊണ്ടും ആയിരിക്കാം. പിന്നെ അവർക്ക് അറിയുന്ന പ്രവാചകൻ, അവർക്ക് നേരെ അറിയുന്ന അതായത് ഈ അഹ്ലി കിതാബാണെങ്കിലും മുശ്രിക്കീങ്ങളാണെങ്കിലും ഈ മുസ്ലിമീങ്ങളാണെങ്കിലും ഇവർക്ക് എല്ലാവരും കൂടി അംഗീകരിക്കുന്ന അവരുടെ വംശപിതാവും ആദർശപിതാവുമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതുകൊണ്ടാണ് നേരെ പിന്നെ ഇബ്രാഹിമിലേക്ക് വരുന്നത്. നൂഹിൻ്റെ ശേഷം ഇപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ഈ സാമ് എന്ന് പറയുന്ന പുത്രൻ്റെ അനന്തരാവകാശികളാണ്, അതിൻ്റെ പിൻതലമുറകളാണ് നമ്മൾ ഈ സെമിറ്റിക്കുകൾ എന്നൊക്കെ പറയുന്നത്. ഈ സെമിറ്റിക്കിലാണ് ഇപ്പോൾ ഈ യഹൂദന്മാരും നമ്മളൊക്കെ ഈ പെടുക. അദ്ദേഹം തന്നെ ഒരു നബിയാണെന്നാണ്. സാമി ബിൻ നൂഹ് എന്ന് പറയുന്ന അദ്ദേഹം തന്നെ നബിയായിരുന്നു. അപ്പോൾ നൂഹ് നബിന് ശേഷം ഇബ്രാഹിം വരെ വേറെയും പ്രവാചകന്മാരൊക്കെ ഉണ്ട്. പക്ഷേ ഇവർ എല്ലാവരും അംഗീകരിക്കുന്ന ആ ഒരു വംശപിതാവിലേക്കും ആദർശപിതാവിലേക്കും ചേർത്തുകൊണ്ടാണ് വഹൈന ഇല ഇബ്രാഹീമിലേക്ക് നാം വഹൈ നൽകി. പിന്നെ അദ്ദേഹത്തിൻ്റെ പുത്രനാണ്, മൂത്ത പുത്രനാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാം. രണ്ടാമത്തെ പുത്രനാണ് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിൻ്റെ മകനാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം. വൽ അസുബാത്ത് എന്ന് പറയുമ്പോൾ യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ ഈ സന്തതി പരമ്പരവുമായി ബന്ധപ്പെട്ട് മാത്രമേ അസുബാത്ത് പറഞ്ഞിട്ടുള്ളൂ. അത് അദ്ദേഹത്തിൽ നിന്നുള്ള 12 ഗോത്രങ്ങൾ ആയിരിക്കാൻ സാധ്യത. പിന്നെ പറയുന്നത് ഒരു ഓർഡറിലല്ല പറയുന്നത്. അതിൻ്റെ ശേഷം പിന്നെ പറയുന്നത് ഈസാ നബി അലൈഹിസ്സലാമിനെയാണ്. അതിൻ്റെ മുമ്പാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം, യൂനുസ് നബി അലൈഹിസ്സലാം, ഹാറൂൻ അലൈഹിസ്സലാം ഒക്കെ അതിൻ്റെ മുമ്പാണ്. ഈസാ നബി എന്ന് പറയുന്നത് ആ അസുബാത്തിലെ ഏറ്റവും അവസാനത്തെ പ്രവാചകനാണ്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ഓർഡറിലല്ല പറയുന്നത്. തോന്നുന്ന അവരുടെ ദൗത്യത്തിൻ്റെ പ്രാധാന്യം അനുസരിച്ച് അതിനനുസരിച്ചാവും ചിലപ്പോൾ അത് അങ്ങനെയൊക്കെ ഓർഡർ തെറ്റിച്ചിട്ടുണ്ടാവുക. ഇവിടെ സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ പറഞ്ഞിട്ടാണ് ദാവൂദ് നബി അലൈഹിസ്സലാം പറയുന്നത്. വാസ്തവത്തിൽ ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ മകനാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. പക്ഷേ ദാവൂദ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുമ്പോൾ സബൂർ എന്ന വേദം കൊടുത്തത് എടുത്തു പറയാനായിരിക്കും അദ്ദേഹത്തിനെ വേറെ പറഞ്ഞിട്ടുണ്ടായത്. എന്നല്ല അവിടെ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ പേര് പറയുന്നില്ല. അപ്പോൾ ഇതിനൊക്കെ ഈ പ്രാധാന്യങ്ങൾക്കൊക്കെ അനുസരിച്ചാണ്. കാരണം ഈ വേദം കൊടുക്കുക ഇപ്പോൾ ഈ ദാവൂദിനെയും സുലൈമാനിനൊക്കെ ഈ ലാസ്റ്റ് കൊണ്ടുവച്ച് പറയുമ്പോൾ ഈ ദാവൂദ് നബി അലൈഹിസ്സലാമിനെയും സുലൈമാൻ നബീനൊന്നും ഈ വിഭാഗത്തിൽ ഒരു വിഭാഗം നബിമാരായിട്ട് അംഗീകരിക്കാത്തവരാണ്. കേവലം രാജാക്കന്മാരായിട്ട് മാത്രമാണ് അംഗീകരിക്കുന്നത്. അങ്ങനെയാണ് ഈ ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ പേരിലൊക്കെ അദ്ദേഹത്തിൻ്റെ പടനായകനെ കൊന്നു, അദ്ദേഹത്തിൻ്റെ ഭാര്യനെ തട്ടിയെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല കഥകളും ഒക്കെ അവർ പടച്ചുണ്ടാക്കിയിട്ടുള്ള അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം അവരിനെങ്ങനെ ഒരേതിൽ കൊണ്ടുവരികയും അവർക്കും വേദങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള പ്രവാചകന്മാരാണ് എന്ന് കൃത്യമായി ഊന്നി പറയാനൊക്കെ വേണ്ടിയാണ് ഈ ഓർഡറൊക്കെ തെറ്റിച്ചിട്ട് ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി പറയാം, റുസുലൻ കത് കസസ്നാഹും, അവരിൽ നിന്ന് താങ്കൾക്ക് നാം കഥനം ചെയ്തു തന്ന പ്രവാചകന്മാർ. കബില് മുമ്പുള്ളവരിൽ നിന്ന് കഥനം ചെയ്തു തന്ന പ്രവാചകന്മാരുണ്ട്. അതുപോലെ തന്നെ കഥനം ചെയ്തു തരാത്തവരുമുണ്ട്. ഖുർആനിലാകെ 25 പ്രവാചകന്മാരെ പേരേ ഉള്ളൂ. അതിൽ തന്നെ ദുൽകിഫിൽ എന്ന് പറയുന്ന ആൾ പ്രവാചകനാണോ അല്ലയോ എന്ന് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഭൂരിപക്ഷം എന്നാലും പ്രവാചകനാണ് എന്നുള്ള അഭിപ്രായമാണ്. അപ്പോൾ അതിലാണ് ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ പറഞ്ഞത് 1,24,000 പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട്. അതിൽ 330 പേര് മുർസലീങ്ങളാണെന്നാണ് പറയുന്നത്. 330 പേര് മുർസലീങ്ങളാണ്. അത് ഈ മുർസലീങ്ങൾ എന്ന് പറയുമ്പോൾ അവർക്ക് സ്വതന്ത്രമായ ശരീഅത്ത് ഉണ്ട്. അത് അവരിനെയാണ് ഈ മുർസലീങ്ങൾ എന്ന് പറയുന്നത്.
അതിൽ ആദ്യ പ്രവാചകൻ ആദം നബി അലൈഹി സ്വലാമായിട്ടാണ് ആ ഹദീസിൽ കാണുന്നത്. അവസാന പ്രവാചകൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ 25 പേര്, അതായത് ഇവരുടെ ഈ ബനു ഇസ്രായേലിൻ്റെയും അല്ലെങ്കിൽ ഈ അറബികളെയും ഒക്കെ അഭിസംബോധന ചെയ്യുമ്പോൾ അവർക്ക് സുപരിചിതമായ പേരുകൾ ആണ് ഈ പറയുന്നത് ഖുർആനിൽ. അല്ലാതെ എല്ലാ പ്രവാചകന്മാരുടെയും പേരൊന്നും ഖുർആനിൽ പറയുന്നില്ല. അവിടെ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ വക്കല്ലം അല്ലാഹു മൂസാ തക്ലീമ, മൂസാ നബി അലൈഹി ഇസ്ലാമിനുമായി സവിശേഷമായ ഒരു സംസാരിക്കലാണ് അള്ളാഹു സംസാരിച്ചിട്ടുണ്ട്. എല്ലാ വഹയും ഒരുപോലെയല്ല എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. വഹയൊക്കെ തന്നെയാണ്. അപ്പോൾ മൂസാ നബിയുടെ ഉമ്മാക്ക് വഹയുണ്ട്, തേനീച്ചകൾക്ക് വഹയുണ്ട്, പല വഹയുമുണ്ട്. വഹയിന് പല കാറ്റഗറികളുണ്ട്. അതുപോലത്തെ അതിൽ നിന്നൊന്നാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ വഹയ്. പ്രത്യേകം ഒരു വഹയാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു സവിശേഷമായ രീതിയിൽ സംസാരിക്കുകയാണ് ചെയ്തത്. നേരെ മറിച്ച് മുഹമ്മദ് റസൂലിനൊന്നും അങ്ങനെയല്ല ഉണ്ടായിട്ടുള്ളത്. അത് ജിബ്രീൽ വഴി വഹയ് വേറൊരു രീതിയിൽ വരികയാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിന് പ്രത്യേകമായ അങ്ങനെയൊക്കെ ഉണ്ടായപ്പോഴാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിന് അള്ളാനൊന്ന് കണ്ടാ തരക്കെടില്ല എന്നൊക്കെ തോന്നിയത്. അത് സൂറത്തുൽ അറാഫിൽ അത് പറയുന്നുണ്ട്. വലമ്മാ ജാ മൂസാ ലിമീഖാത്തിനാ വകല്ലമഹു റബ്ബുഹു ഖാല റബ്ബി അരിനി അൻദുർ ഇലൈക്. ആ മീഖാത്തിൻ്റെ സമയത്ത്, അതായത് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ വേദം മേടിക്കാനൊക്കെ ചെല്ലാൻ പറഞ്ഞല്ലോ, തൗറാത്ത് മേടിക്കാൻ. അങ്ങനെ തന്നപ്പോഴാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹുവിനെ കാണണമെന്ന് തോന്നുകയും അപ്പോഴാണ് കാല ലം തറാനി, എനിക്ക് എന്നെ കാണാനാവില്ല എന്നൊക്കെ അള്ളാഹു അത് സൂറത്തുൽ അറാഫിൽ അള്ളാഹു പറയുന്നുണ്ട്. തന്നെയല്ല, അള്ളാനെ കാണുക എന്ന് പറയുന്ന പരിപാടിയെ ഭൂമിയിൽ നടക്കില്ല എന്നും പറയുന്നുണ്ട്. വമാ കാനലി ബഷരിൻ അൻ യുക്കല്ലിമഹുല്ലാഹു ഇല്ലാ വഹയൻ ഔ മിൻ വറാഇ ഹിജാബ് എന്നാണ്. അതായത് അള്ളാഹു ഒരാളോടും അള്ളാഹു സംസാരിക്കുകയില്ല, ഒന്നുകിൽ വഹയിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്കുള്ള ഒരു മറക്ക് അകത്ത് നിന്നിട്ടുള്ള സംസാരം ഉണ്ടാവുള്ളൂ. അത് നേരിട്ട് കണ്ട് സംസാരിക്കുക എന്നൊരു പരിപാടി ഭൂമിയിൽ പരിപാടിയില്ല. ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും അള്ളാഹിനെ കണ്ടു എന്നൊക്കെ പലരും പറയുമെങ്കിലും അങ്ങനെ ഒരു സംഭവം ഇല്ല, അള്ളാഹുവിനെ കണ്ടിട്ടില്ല. അപ്പോൾ ഇതാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രത്യേകമായ ഒരു തരം വഹയായിരുന്നു. അതൊക്കെ അള്ളാഹുവിൻ്റെ ഔദാര്യത്തിനനുസരിച്ച് അവർക്ക് കിട്ടുന്ന ഓരോ സംഭവങ്ങളാണ്. അത് വെച്ചിട്ടൊന്നും ഒരു പ്രവാചകനെ തള്ളാനോ കൊള്ളാനോ എന്നുള്ള ഉപാധികളല്ല അതൊന്നും. അതായത് മൂസാ നബി ഇവരൊക്കെ ഇതിൻ്റെ ഒരു പശ്ചാത്തലം പറയുന്നുണ്ട്. അതായത് യഹൂദരായ ചില ആളുകൾ ഇങ്ങനെ അവർ പറയാണ്, അതായത് മൂസാ നബിക്ക് ശേഷം വഹയ് എന്ന് പറയുന്ന പരിപാടിയെ ഉണ്ടായിട്ടില്ല എന്ന്. അവരങ്ങനെ പറയുമ്പോൾ ആ പശ്ചാത്തലത്തിലാണ് ഈ വർത്തമാനങ്ങളൊക്കെ പറയുന്നത്. അങ്ങനെയല്ല, മൂസാ നബിക്ക് ശേഷം വഹയ് ഉണ്ടായിട്ടുണ്ട്. വഹയ് അള്ളാഹു അതിനെ നിഷേധിച്ചുകൊണ്ട് പറയാണ് വഹയ് ഉണ്ടായിട്ടുണ്ട് എന്ന്. അത് മറ്റു പ്രവാചകന്മാർക്കൊക്കെ വഹയ് അള്ളാഹു കൊടുത്തതുപോലെ തന്നെയാണ് ഈ വഹയും. പലർക്കും പല രൂപത്തിൽ കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ വഹയ് തന്നെയാണെന്നാണ്. ഇനി ഈ സംഭവത്തിൽ പറയുന്നത് എന്തിനാണ് ഈ വഹയ് എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ ഒരു കാരണം. നമ്മൾ സൂറത്തുൻ നിസാഇൻ്റെ അവസാനത്തിലേക്ക് പോവുക. ഒരുപാട് നിയമങ്ങളും ഒരുപാട് സംഭവങ്ങളും പറഞ്ഞതിന് ശേഷം ഇനി ഈ സൂറ അവസാനിക്കുമ്പോൾ ഒരു പ്രഭാഷണത്തിൻ്റെ ഏറെക്കുറെ അവസാനത്തിലൊരു കൺക്ലൂഷൻ പോലുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അതാണ് ഇനി അടുത്ത ആയത്ത് 165-ാമത്തെ ആയത്ത്. റുസുലം മുബഷി, എന്തിനാണ് ഈ പ്രവാചകന്മാർ വരുന്നത്? ആ ചോദ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ് ആയത്ത്. അതെന്താ വെച്ചാൽ, ഈ പ്രവാചക നിയോഗത്തിലൂടെ അള്ളാഹു ലക്ഷ്യമിടുന്നത് എന്താണ്? എന്തിനാണ് ഭൂമിയിലെ മറ്റു സൃഷ്ടികൾക്കൊന്നുമില്ലാത്ത, അതായത് മറ്റ് ജീവജാലങ്ങൾക്കൊന്നുമില്ലാത്ത, നമ്മളറിയുന്ന ഒരു സൃഷ്ടിക്കുമില്ലാത്ത ഇങ്ങനെ ഒരു ഹിദായത്ത് എന്തിനാണ് മനുഷ്യന്മാർക്ക് അള്ളാഹു കൊടുക്കുന്നത്? ഇപ്പോൾ വേറെ ഏതെങ്കിലും ജീവികളുടെ ഉള്ളിലേക്ക് നമ്മൾ പ്രവാചകന്മാരെ അയക്കുന്നത് നമ്മൾ കാണുന്നില്ല. അങ്ങനൊരു സംഭവമില്ല. അവർക്കൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ സ്വാഭാവികമായ ഒരു മാർഗ്ഗമാണ്. ആ മാർഗത്തിലൂടെ അവരങ്ങ് ജീവിച്ചു പോകുന്നു. അങ്ങനെയാണ് അവരുടെ ഒരു അവർക്ക് ഹിദായത്തുണ്ട്. പക്ഷേ ആ ഹിദായത്ത് അവരിൽ തന്നെ ഇൻബിൽട്ടായിട്ടുള്ള ഒരു സംഭവമാണ്, വേറിട്ട് നിൽക്കുന്ന ഒരു സാധനമല്ല. പക്ഷേ ഈ മനുഷ്യർക്ക് മാത്രം എന്തിനാണ് ഇങ്ങനെ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ അതിന് ഉത്തരമായിട്ടാണ് ഇപ്പോൾ ഈ ആയത്ത് വരുന്നത്. അത് നമ്മൾ സൂറത്തു തീന് നമ്മളെടുത്ത സംഭവമാണ്.
സൂറത്തു തീനിൽ അള്ളാഹു നമ്മളെ അറിയിച്ചൊരു കാര്യമുണ്ട്. എന്താ ചോദിച്ചാൽ അത്തി, ഒലിവ്, തൂരിസീന, മക്ക, ഈ 4 സംഭവങ്ങളെക്കുറിച്ച് സത്യം ചെയ്തിട്ട് അള്ളാഹു പറയുന്ന ഒരു സംഭവമാണ് ലഖദ് ഖലഖനൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം. ഏറ്റവും നല്ല ഒരു തഖ്വീമിൽ ഈ മനുഷ്യനെ നാം സൃഷ്ടിച്ചിട്ടുണ്ട്. അത് പറയാൻ വേണ്ടി അള്ളാഹു ഉപയോഗിച്ചത് 4 അതിവിശിഷ്ടമായ 2 ഫ്രൂട്ടുകളും അതിവിശിഷ്ടമായ 2 സ്ഥലങ്ങളുമാണ്. അത് പറഞ്ഞിട്ടാണ്, അത് വെച്ചിട്ടാണ് പറയുന്നത്. അവിടെ ആ പറയുമ്പോൾ എന്താ സാധനം എന്ന് വെച്ചാൽ, ഒരു സാധനത്തിൻ്റെ വൈശിഷ്ട്യം എന്ന് പറയുന്നത് അതിൻ്റെ സൃഷ്ടിപ്പിൽ ഉള്ള വൈശിഷ്ട്യമുണ്ട്. അതാണ് അത്തി, ഒലിവ് എന്നൊക്കെ പറയുന്നത്. നേരെ മറിച്ച് ഈ മക്ക അല്ലെങ്കിൽ തൂരിസീന എന്നൊന്നും പറയുന്നത് ആ സ്ഥലത്തിൻ്റെ വൈശിഷ്ട്യമല്ല. അതിന് അള്ളാഹു അങ്ങനെ വിശേഷം അങ്ങനെ നൽകി, അത് പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ടിട്ടാണ് കെടുക്കുന്നത്. എന്നാൽ ആ സ്ഥലത്തിനോ അല്ലെങ്കിൽ അത്തിക്കോ ഒലീവിനോ ഒന്നും സ്വയം ഇനി അതിൻ്റെ മേലെ കയറാനോ അതിൻ്റെ താഴേക്ക് പോകാനോ കഴിയില്ല. എന്ന് വെച്ചാൽ അതിന് എന്താണോ നിർണയിച്ചു കൊടുത്തത് അതിൻ്റെ അപ്പുറം അതിന് കടക്കാൻ പറ്റില്ല. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷയം എന്താ വെച്ചാൽ അതാണ് അഹ്സനി തഖ്വീം എന്ന് പറയുന്നത്. ഈ തഖ്വീം എന്ന് പറയുന്ന വാക്ക് ഖുർആനിൽ അവിടെ അല്ലാതെ വേറെ എവിടെയില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം അതിന് സവിശേഷമായൊരു കാഴ്ച ഉണ്ട് എന്നാണ്. കീമത്ത് എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് ഈ തഖ്വീം ഉണ്ടാവുന്നത്. കീമത്ത് എന്ന് പറഞ്ഞാൽ ആ സാധനത്തിൻ്റെ അതിൻ്റെ അർത്ഥം തന്നെ അതിൻ്റെ വാല്യൂ ആണ്. കീമ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വില എന്താണെന്നല്ലേ അല്ലേ? ആ കീമത്ത് എന്ന് പറഞ്ഞ വാല്യൂ. അപ്പോൾ മനുഷ്യൻ്റെ ഒരു ആടിൻ്റെ വാല്യൂ എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഇറച്ചിയുടെ വാല്യൂ അല്ലേ അല്ലേ? എന്നാൽ ഒരു മനുഷ്യൻ്റെ വാല്യൂ, ഒരു മനുഷ്യൻ്റെ ഒരു സൃഷ്ടി എന്നുള്ള നിലയ്ക്ക് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു സാധനമല്ലേ മനുഷ്യൻ. പക്ഷേ അതിനെ നമ്മൾ ഈ ഇറച്ചിമലോ എല്ലുമ്മലോ എന്തിൻ്റെയും മുകളിൽ വിലയിടാൻ പറ്റുമോ? പിന്നെ അതിൻ്റെ വാല്യൂ എന്താ? ഇതൊക്കെ നമ്മൾ സത്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട സാധനമാണ്. ബാക്കിയുള്ള എല്ലാ സാധനത്തിനും നമുക്ക് മാർക്കറ്റിൽ കൊണ്ടുപോയ ഒരു വില ഉണ്ട് ഇല്ലേ? നമുക്ക് മാർക്കറ്റിൽ കൊണ്ടുപോയ എന്തെങ്കിലും വില ഉണ്ടാ? ഒന്നുമില്ല. പക്ഷേ അത് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഈ സൃഷ്ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് അതാണ് ആ തഖ്വീം. അത് ഭൂമിയിൽ അവസാനിക്കുകയില്ല. ഭൂമിയിൽ അത് പരലോകത്തേക്ക് കൂടി നിൽക്കുന്ന ഒരു വാല്യൂ അതിനുണ്ട്. ആ വാല്യൂ ആണ് ശരിക്കും ഈ മനുഷ്യനെ വ്യത്യസ്തനാക്കിയത്. ഇപ്പം നമ്മളിനേക്കാൾ എത്രയോ ശക്തി അല്ലെങ്കിൽ ബുദ്ധി അങ്ങനെയൊക്കെ അളന്ന പല ജീവികളും നമ്മളേക്കാൾ മേലെയാണ്. പക്ഷേ ഏതെങ്കിലും ഒരു ജീവി പിൽക്കാലക്കാർക്കായിട്ട് എന്തെങ്കിലും സംഭാവനകൾ ബാക്കി വെച്ച് നമ്മൾ കണ്ടിട്ടുണ്ടാകും ഇല്ലേ? അങ്ങനെയില്ല. അതിൻ്റേതായ ഒരു സംഭാവന അങ്ങനെയില്ല. ചിലരൊക്കെ ചിലതിനെ വിഗ്രഹവൽക്കരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ചിലതൊക്കെ ഉണ്ടാക്കുന്നല്ലാതെ മനുഷ്യൻ എന്നുള്ള നിലക്ക് ആ മനുഷ്യൻ്റെ സംഭാവനകൾ പിൽക്കാലക്കാരിലേക്ക് ഇങ്ങനെ പകർന്ന് അതിൻ്റെ മുകളിൽ പുരോഗമിച്ച് പോകുന്നൊരു പരിപാടി മനുഷ്യനല്ലാതെ വേറെ എവിടെയില്ല. അപ്പോൾ ഇതിൻ്റെ ഒക്കെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഭൂമിയിൽ അവസാനിക്കില്ല എന്നുള്ളതാണ്. ഈ ഭൂമിയിൽ നമ്മൾ അവസാനിക്കില്ല. നമുക്ക് പല ഘട്ടങ്ങളുള്ളതുപോലെ ഗർഭാശയത്തിലൊരു ഘട്ടമുണ്ട്, ഭൂമിയിലേക്ക് ഇറങ്ങി വന്നൊരു ഘട്ടമുണ്ട്. അതുപോലെ ഇനിയും ഘട്ടങ്ങൾ നമ്മൾ പിന്നിടാനുണ്ട്. അതാണ് ശരിക്ക് അഹ്സനി തഖ്വീം. ആ തഖ്വീമാണ് നമ്മളെ വ്യത്യസ്തരാക്കുന്നത്. അപ്പോൾ ആ തഖ്വീമിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പരലോകത്തേക്ക് നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു ജീവിതം, ആ ജീവിതത്തിന് സവിശേഷമായ ഒരു മാർഗദർശനം ആവശ്യമുണ്ട്. അത് നമുക്ക് നിർബന്ധമായി ഉള്ള മാർഗദർശനത്തിന് പുറമെയാണ്. അതുകൊണ്ടാണ് മറ്റ് ജീവികൾക്കൊന്നും അത് ആവശ്യമില്ലാത്തത്. നമുക്ക് മാത്രം അത് ആവശ്യം വരുന്നതിൻ്റെ കാരണം അതാണ്. അതാണ് ഇവിടെ പൂരിപ്പിക്കുന്നത് അല്ലാഹ്. ആ മാർഗദർശനമാണ് നമ്മൾ ഈ ചോദിക്കുന്നത്. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. നമ്മളിപ്പോൾ ഇംഗ്ലീഷിലൊക്കെ പറയുമ്പോൾ $1 million ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന സാധനം അതാണ്. അതായത് നമ്മൾ ചോദിക്കുന്ന ഏറ്റവും വിലപിടിപ്പുള്ള ചോദ്യം എന്ന് പറയുന്നത് ഈ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീമാണ്. അതായത് ഞങ്ങൾക്ക് ഈ പരലോകം നേടാൻ വേണ്ടി ആ തഖ്വീമിൻ്റെ ആ മറ്റേ പരിപാടി നേടാൻ വേണ്ടി നമ്മൾ മാർഗദർശനം അള്ളാഹുവിനോട് ചോദിക്കുക. അതാണ് നമ്മൾ നിരന്തരമായി അത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഓർമ്മയിൽ നിന്ന് ഒരിക്കലും അത് പോകാൻ പാടില്ല. അതാണ് നമുക്ക് അള്ളാഹു ഈ തന്നത്. ഈ സൂറത്തുൻ നിസായിലൂടെയും ബാക്കി ഖുർആനിലൂടെയും ഈ തന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ്. ഇത് മനുഷ്യന്മാർക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഈ പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത്. ഇത് ആരെങ്കിലും അംഗീകരിക്കില്ല, അതൊന്നും പ്രവാചകൻ്റെ വിഷയമേ അല്ല.
അതൊക്കെ മനുഷ്യരെ സംബന്ധിച്ചിട്ടുള്ള വിഷയമാണ്. പ്രവാചകന്മാരുടെ ഡ്യൂട്ടി എന്താ വെച്ചാൽ ഇത് നമുക്ക് എത്തിക്കുക, അതാണ് പറയുന്നത്. അതുകൊണ്ടാണ് 1,24,000 പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചു, എല്ലാ സമൂഹങ്ങളിലേക്കും അള്ളാഹു നിയോഗിച്ചു. അതൊക്കെ വേറെയും ഖുർആനിൽ ഇനി അതിനെപ്പറ്റിയൊക്കെ പറയുന്നു. നമ്മൾ ഈ അടിസ്ഥാനപരമായ സംഭവം ഇതാണ്, ഈ പ്രവാചകന്മാരെ നിയോഗിക്കുക എന്ന് പറയുന്നത്. ഇനി അവിടുന്ന് അങ്ങോട്ട് പോയാൽ ഒന്ന് മുബശ്ശിരീനാണ് അല്ലെങ്കിൽ മുൻദിരീന്ന്, 2 സംഭവങ്ങളുണ്ട്. അതായത് ഒന്നുകിൽ രക്ഷയുണ്ട് അല്ലെങ്കിൽ ശിക്ഷയുണ്ട്. രക്ഷ അതായത് സ്വർഗമുണ്ട്, ഇനിയിപ്പോൾ അതല്ലെങ്കിൽ ഒന്നുമില്ല എന്ന് പറയാൻ വെച്ചാൽ നമുക്ക് പോട്ടെ എന്ന് വെച്ചാൽ മതി. പക്ഷേ ഇതിൻ്റെ വിഷയം എന്താ ചോദിച്ചാൽ ഈ രണ്ടാമതും ഉണ്ട് എന്നുള്ളതാണ്. അതില്ലെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ മണ്ണായി പോയാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ രണ്ടാമത്തെ വിഷയം, അതായത് നരകവുമുണ്ട് എന്ന് പറയുന്ന ഈ സംഭവമാണ്. ഇതൊക്കെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഈ ജീവിക്കുന്ന ജീവിതം നമ്മൾ ആരെങ്കിലും തിരഞ്ഞെടുത്തതാ? ആരും തിരഞ്ഞെടുത്തില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ സമ്പന്നതയിൽ ജീവിക്കുന്നവരും സൗകര്യത്തിൽ ജീവിക്കുന്നവരും രോഗത്തിൻ്റെ പീഡയിൽ ജീവിക്കുന്നവരും പട്ടിണിയിൽ ജീവിക്കുന്നവരും യുദ്ധത്തിന് ഇടക്ക് ജീവിക്കുന്നവരും, ഇതൊന്നും ആരും സ്വയം തീരുമാനിച്ച് തിരഞ്ഞെടുത്തതല്ല. അതായത് അങ്ങ് എത്തിപ്പെട്ടതിൽ അങ്ങ് ജീവിക്കുകയാണ്. ഇത് തന്നെയാണ് നിങ്ങളുടെ അടുത്ത ഘട്ടം. കാരണം ആരോടും ചോദിച്ചിട്ടോ നമ്മളോട് ചോദിച്ചിട്ടോ നമ്മുടെ അഭിപ്രായം ചോദിച്ചിട്ടോ ഒന്നുമല്ല ഇപ്പം ഈ നടക്കുന്ന സംഭവം തന്നെ നടക്കുന്നത്. പിന്നെ അപ്പുറത്തതിൻ്റെ കാര്യം നമ്മൾ പറയാണ്ടാവുമോ? കാരണം ഇതൊക്കെ കൃത്യമായും അള്ളാഹുവിൻ്റെ മാത്രം അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും പ്രയോഗത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ മാത്രം നിലനിൽക്കുകയാണ്. ഇതിനെ നമ്മൾ തർക്കിച്ചിട്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കിട്ടിയ കാലം കഴിക്കാമെന്നല്ലാതെ യാഥാർത്ഥ്യത്തിൽ ഒരു മാറ്റവും ഇത് വരുത്തില്ല. നമുക്ക് ഈ കിട്ടിയ കാലം അള്ളല്ല, അത് അങ്ങനെ പ്രവാചകമില്ല, വഹയില്ല, ഒന്നുമില്ല, അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്കിങ്ങനെ കാലം കഴിച്ചു കൂട്ടാം. അതേ സമയത്ത് നാം ജീവിക്കുന്നില്ല എന്ന് നമ്മളാരും പറയണ്ട. ഇല്ല, ഇത് ശരിക്കും നമ്മളുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൃത്യമായിട്ട് നോക്കിയാൽ അതിനുള്ള ശേഷിയൊക്കെ നമുക്ക് അള്ളാഹ് വെച്ച് തന്നിട്ടുണ്ട്. കാരണം ഇത് കാര്യങ്ങൾ കാണാനും പഠിക്കാനും മനസ്സിലാക്കാനുള്ള സർവ്വശേഷികളും നമുക്ക് വെച്ച് തന്നിട്ടാണ് അള്ളാഹു നമ്മളോട് ഈ കാര്യങ്ങൾ പറയുന്നത്. ഇത് മനസ്സിലാക്കാനുള്ള ശേഷി നമുക്കുണ്ട്. ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം നമ്മളുടെ ഒരു ഇടപെടലും ഇതിലൊന്നും നടക്കുന്നില്ല എന്ന്, ഒരധികാരവും നമ്മൾ ഉടമപ്പെടുത്തുന്നില്ല. ഇത് അനിവാര്യമായും മറ്റൊരു ഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുള്ള നമുക്ക് കൃത്യമായി മനസ്സിലാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും വെച്ചിട്ടുണ്ട്. അത് വച്ചാൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാവുന്നതാണ്. പ്രവാചകന്മാർ എന്ന് പറയുന്നത് അതിൻ്റെയും പുറമെയാണ്. പ്രവാചകന്മാർ അതിൻ്റെയും പുറമെയാണ്. അതാണ് ഈ പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിക്കുന്നതിൻ്റെ ലക്ഷ്യം. ഖുർആനിൽ പറയുന്നുണ്ട്, ലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ ഇന്നാ അഅ്തദ്നാ ലിൽസാലിമീന നാറൻ അഹാത്ത ബിഹിം സൂറത്തുൽ കഹ്ഫിൽ. അതായത് ഇതാണ് യാഥാർത്ഥ്യം. ഇത് നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള യാഥാർത്ഥ്യമാണ് ഈ പറയുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് അംഗീകരിക്കാം, വേണ്ടെങ്കിൽ അംഗീകരിക്കാം. പക്ഷെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഇന്നാ അഅ്തദ്നാ ലിൽസാലിമീന നാറ, നരകം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് വേണമെങ്കിൽ എടുത്തോ, വേണ്ടെങ്കിൽ സ്വർഗം വേണ്ട. അപ്പോൾ കാരശ്ശേരിയൊക്കെ പറയുന്നത് പോലെ സ്വർഗം വേണ്ട, 5 നേരം നിസ്കരിച്ച് കിട്ടുന്ന സ്വർഗം നിൽക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് പറയാനൊക്കെ ഓക്കെയാണ്. അത് വേണ്ടെങ്കിൽ വേണ്ട, മേടിക്കണ്ട. പക്ഷേ ഇപ്പുറത്ത് അതിന് വേറെ ഫലമുണ്ട്. അതാണ് നമ്മളെ പ്രശ്നമാക്കുന്നത്. അപ്പോൾ അതൊക്കെ ഖുർആനിൽ വേറെയും ഇതൊക്കെ കൂട്ടി നമ്മളിങ്ങനെ പലയിടത്തും ഇങ്ങനെ ചേർത്ത് വെച്ച് വായിക്കുമ്പോഴാണ് ഇതിൻ്റെ ചിത്രം ശരിക്കും നമുക്ക് കിട്ടുക. തന്നെയുമല്ല അള്ളാഹു നമ്മളെ, അതായത് ആദം നബി അലൈഹി ഇസ്ലാമിനെയും ആ ഇണയെയും ഒക്കെ കൂടി പുറത്താക്കുമ്പോൾ അള്ളാഹു കൊടുത്തൊരു വാഗ്ദാനം എന്താ വെച്ചാൽ കുൽ നഹ്ബിത്തു മിൻഹാ ജമീഅൻ ഫഇമ്മാ യഅ്തിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഇപ്പം നിങ്ങൾ ഇറങ്ങിപ്പോവുക, മൊത്തം പോവുക. ഫഇമ്മാ യഅ്തിയന്നകും മിന്നി ഹുദ, നിങ്ങൾക്ക് ഹുദ മാർഗദർശനം വന്നാൽ ഫമൻ തബിഅ ഹുദായ, ആര് ആ ഹിദായത്തിനെ പിൻപറ്റുന്നതോ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ദുഃഖമോ പ്രശ്നമോ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അത് അള്ളാഹ് കൊടുത്ത വാഗ്ദാനമാണ്. ആ വാഗ്ദാനത്തിൻ്റെ പാലനമാണ്. ഇനി അതിൻ്റെ വേറെയും ന്യായങ്ങൾ അള്ളാഹ് പറയാം. വലൗല അൻ തുസീബഹും മുസീബത്തും ബിമാ ഖദ്ദമത് ഐദീഹിം ഫയഖൂലു റബ്ബനാ ലൗലാ അർസൽത ഇലൈനാ റസൂലൻ ഫനത്തബിഅ ആയാതിക വനകൂന മിനൽ മുഅ്മിനീൻ. സൂറത്തുൽ ഖസസിലാണ്. സൂറത്തുൽ ഖസസിൽ 47-ാമത്തെ ആയത്ത്. അതായത് ഇവർക്ക് ഈ മുസീബത്തുകൾ, അവർ സ്വന്തം പ്രവർത്തിച്ചതിൻ്റെ മുസീബത്തുകളൊക്കെ, അതിൻ്റെ വിപത്തുകളൊക്കെ അവരെത്തുമ്പോൾ
ഫയഖൂലു, അപ്പോൾ അവർ പറയും, റബ്ബന ലൗല അർസൽത ഇലൈന റസൂല, ഞങ്ങൾക്ക് എന്തുകൊണ്ട് റസൂലിനെ അയച്ചില്ല, ഒരു ദൂതനെ അയച്ചില്ല ഈ വിവരങ്ങൾ ഞങ്ങളെ പറയാൻ. അങ്ങനെ അയച്ചിരുന്നുവെങ്കിൽ ഫനത്തബി ആയാത്തിക്ക, നിൻ്റെ ഈ ആയാത്തുകളെ ഞങ്ങൾ അംഗീകരിക്കുമായിരുന്നു എന്ന് അവർ ന്യായം പറയുമെന്നാണ്. അവർ ന്യായം പറയും, ആ ന്യായം ഇല്ലാതാക്കാനാണ്. ഇങ്ങനെയും പറയും, അൻ തഖൂലു ഇന്നമാ അൻസിലൽ കിതാബു അലാ ത്വായിഫത്തൈനി മിൻ ഖബലിന വ ഇൻ കുന്ന അൻ ദിറാസതിഹിം ലഗാഫിലൂൻ, ഞങ്ങൾക്ക് മുമ്പ് 2 വിഭാഗങ്ങൾക്ക് നീ അയച്ചിട്ടുള്ളൂ, ബാക്കിയുള്ളവർക്കൊന്നും പിന്നെ അയച്ചിട്ടില്ല. അങ്ങനെയും ന്യായം പറയും. അതായത് മനുഷ്യൻ, നമ്മളിപ്പോൾ ഇവിടെ ഇതിനൊക്കെ അവഗണിക്കും, ഈ ഹിദായത്തിനെയും ഈ സംഭവത്തിനൊക്കെ നമ്മൾ അവഗണിക്കും. പക്ഷേ ഇതിൻ്റെ മുന്നിൽപ്പെട്ടാൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്ത് വാദങ്ങളും നമ്മൾ നടത്തും. അതിനൊക്കെ അവസരം വന്ന് തരുന്നുണ്ട് ഈ വാദങ്ങൾ നടത്താനൊക്കെ. അതുകൊണ്ട് ഫലമൊന്നുമില്ലെങ്കിലും വാദങ്ങളൊക്കെ നടക്കും. അങ്ങനത്തെ വാദങ്ങളൊക്കെ നിങ്ങൾ ഉന്നയിക്കും, അതിന് പ്രതിരോധിക്കാനാണ്. അതാണ് ഹുജ്ജത്ത് എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ ദൗത്യം വളരെ കൃത്യമായി അള്ളാഹു നിർവഹിച്ചിട്ടുണ്ട്. ആരെതിർത്താലും ആരംഗീകരിച്ചാലും അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങളൊക്കെ അതിൻ്റെ ചിട്ടവട്ടത്തിൽ തന്നെ കൃത്യമായി നടക്കുന്നുണ്ട്. ഇനി വേറൊന്ന് പറയുന്നത്, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ യഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. അതായത് എല്ലാ ഉമ്മത്തിലേക്കും ഞാൻ ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, അൻ യഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനും ഈ താഗൂത്തിനെ വെടിയാനും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് പ്രവാചകന്മാരിലൂടെ എല്ലാ സമൂഹത്തോടും പറഞ്ഞിട്ടുണ്ട്. വ ഇൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ, ഒരു ഉമ്മത്തും ഒരു സമൂഹവും മുന്നറിയിപ്പുകാരി ഇല്ലാതെ ഉണ്ടായിട്ടില്ല. ഇതും അള്ളാഹു പറയുന്നതാണ്. വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബ്അസ റസൂല, ഒരു സമൂഹത്തെയും ഞാൻ ഒരു റസൂലിനെ അയക്കാതെ അവരെ ശിക്ഷിക്കുന്ന പരിപാടിയുമില്ല. ഇതൊക്കെ അള്ളാഹ് കൃത്യമായിട്ട് പല ഇടങ്ങളിലായിട്ട് ഈ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ 1,24,000 പ്രവാചകന്മാർക്ക് ശേഷം മനുഷ്യന് ഇനി അള്ളാഹുവിനോട് പറയാൻ ന്യായങ്ങളില്ല എന്നുള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ വേറെ ആദിവാസീനോടോ എന്താ ചോദിക്കുക എന്നൊക്കെ ചോദിക്കാം. പക്ഷെ അതൊക്കെ ആദിവാസിയോട് ചോദിച്ചോളും. ആദിവാസിയുടെ കാര്യം ആലോചിച്ചിട്ടൊന്നും നമ്മൾ ബേജാറാകണ്ട. പക്ഷെ നമ്മൾ എന്ത് പറയും എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. കാരണം ആദിവാസിനി അള്ളാഹ് കാണുന്നുണ്ട്, നമ്മളെയും കാണുന്നുണ്ട്. നമ്മൾ വെറുതെ ആവശ്യമില്ലാത്തവരുടെ പരിപാടിയൊക്കെ ഏറ്റെടുത്തിട്ട് വെറുതെ അതിൽ ബേജാറാവേണ്ട കാര്യമില്ല. നമ്മൾ നോക്കേണ്ടത് നമ്മുടെ കാര്യമാണ്. ആദിവാസിയുടെ കാര്യമൊക്കെ നമ്മളെക്കാൾ കൂടുതൽ അള്ളാഹുവിനാണ് അറിയുക. അത് അള്ളാഹ് നോക്കിക്കോളും. അതൊക്കെ അള്ളാഹുടെ അടുത്ത് അതിന് ഓപ്ഷനുകളും കാര്യമൊക്കെ ഉണ്ടാവും. നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കുക, അത് മാത്രം ചിന്തിക്കുക. നമുക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്, വലില്ലാഹി ലിന്നാസി അലല്ലാഹി ഹുജ്ജത്തും ബഅദ റുസുൽ, ഈ പ്രവാചകന്മാർക്ക് ശേഷം അവർ വന്നതിന് ശേഷം ഈ മനുഷ്യരിനി എനിക്ക് ഇനി അള്ളാഹുവിനോട് പറയാൻ യാതൊരു ന്യായങ്ങളും ഇല്ലാതിരിക്കാൻ വേണ്ടി, ഒരു നിലക്കുള്ള ന്യായങ്ങളും അള്ളാഹുവിൻ്റെ അടുത്ത് ഇനി നിലനിൽക്കില്ല എന്ന്. വകാനല്ലാഹു അസീസൻ ഹക്കീമ. കണ്ട, അത് അള്ളാഹുവിൻ്റെ പ്രതാപം എന്ന് പറയുന്നത് എവിടെയും എങ്ങനെയും എപ്പോഴും അത് ആ പ്രതാപത്തിനൊരു കോട്ടമേൽക്കുക. ഒരു മനുഷ്യൻ ഒരു വർത്താനം ചോദിച്ചിട്ട് അള്ളാഹു ഉത്തരം മുട്ടി നിൽക്കുക, അതൊന്നും ഉണ്ടാവില്ല. നമ്മളതിങ്ങനെ മനസ്സിലാക്കേണ്ട. അള്ളാഹുവിൻ്റെ എല്ലാ ഹുജ്ജത്തും അള്ളാഹു പൂർത്തിയാക്കും. അത് അള്ളാഹുവിൻ്റെ സർവ്വ പ്രതാപത്തോടു കൂടിയാണ്. നമ്മളിപ്പോൾ ഈ ഇതൊക്കെ ഇങ്ങനെ ഈ അസീസൻ ഹക്കീമ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മറ്റ് മതങ്ങളുടെ അല്ലെങ്കിൽ വേദങ്ങൾ എന്ന് പറയുന്ന സംഭവങ്ങളുടെ ചില സംഭവങ്ങളിലേക്കൊക്കെ നോക്കി നോക്കണം. അപ്പോഴാണ് അള്ളാഹ്ക്ക് അക്കടി പറ്റിയതൊക്കെ ആയിട്ട് അതിൽ കാണുക. അതാണ് അള്ളാഹു അസീസ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രതാപത്തിനൊരു കോട്ടം ആർക്കും തട്ടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതുകൂടി നമ്മൾ മറ്റു വേദങ്ങളിലേക്കോ ഇതിലൊക്കെ നമ്മൾ കടക്കുമ്പോഴാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ക്രിസ്തീയ വിശ്വാസത്തിൽ തന്നെ അവരുടെ ഇപ്പോൾ ഈസാ നബീനെ മകനെ അയച്ചിട്ട് കുരിശി തറച്ചു എന്നൊക്കെ ഉണ്ടല്ലോ. അതിലൊക്കെ കാണാൻ നമ്മൾ ദൈവം വളരെ കാലം ആലോചിച്ചു, ഇതിനൊരു പരിഹാരം എന്താ, അതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം അള്ളാഹുവിൻ്റെ പ്രതാപത്തെക്കുറിച്ച് അവരെന്താ മനസ്സിലാക്കിയേക്കണമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് അള്ളാഹു അസീസാണെന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രതാപം, ആ പ്രതാപം എന്ന് പറയുന്നത് അത് എങ്ങനെയും എവിടെയും എപ്പോഴും ഏതവസ്ഥയിലും പ്രകടിപ്പിക്കാൻ, അത് നടപ്പാക്കാൻ ശേഷിയുള്ളവനാണ് അള്ളാഹു. നമ്മൾ പ്രതാപം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് മാത്രം കാര്യമില്ല, നടപ്പാക്കാൻ പറ്റണ്ടേ.
അതാണ് അത് അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ പരിപൂർണമായ അർത്ഥത്തിൽ മനസ്സിലാക്കണം. അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിൽ ചെറിയ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളാകെ തകിടം മറിയും. ഇനി പറയാണ് ലാക്കിനില്ലാഹു യഷ്ഹദു ബിമാ അൻസല അലൈക്. അള്ളാഹു ഈ ചെയ്തതിന് നിനക്ക് ഇറക്കിയതിന് അള്ളാഹു സാക്ഷിയാണ്. അള്ളാഹു സാക്ഷിയാണ്. കാരണം വേറെ ആരുടെയും സാക്ഷ്യം അള്ളാഹുവിന് ആവശ്യമില്ല. കാരണം അള്ളാഹു ആരോടും ആലോചിച്ചോ കൂടിയാലോചിച്ചോ അവരുടെ അഭിപ്രായം ആരാഞ്ഞിട്ടൊന്നുമല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ കാരണം ഈ അഭിപ്രായം ആരായ മറ്റതൊക്കെ പറയുമ്പോൾ എന്താ ചോദിച്ചാൽ അറിവിൻ്റെ കുറവാണ്. അറിവിൻ്റെ കുറവിലാണ് ഈ അഭിപ്രായം ആലോചിക്കലും അതൊക്കെ ഉണ്ടാകുക. അപ്പോൾ നമ്മൾ ഖുർആനിൽ മലക്കുകളോട് അഭിപ്രായം ചോദിച്ചു എന്നൊക്കെ പറയും. മലക്കുകളോട് അഭിപ്രായം ചോദിച്ചു എന്നൊന്നും അതിലില്ല. മലക്കുകളോട് വിവരം പറഞ്ഞതാണ്. എന്താ ചോദിച്ചാൽ ഇത് നടപ്പാക്കാൻ ഏൽപ്പിക്കണമെങ്കിൽ അവരെയാണല്ലോ. അല്ലാതെ ഇതൊന്നും എന്നിട്ട് അതിന് ചില കൂടിയാലോചനയുടെ തെളിവാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അള്ള ഈ കൂടിയാലോചിക്കുന്ന ഏർപ്പാടൊന്നും അള്ളാഹ്ക്കില്ല. കാരണം ഇതിൻ്റെ ഒക്കെ ആവശ്യം വരും എവിടെയെന്ന് ചോദിച്ചാൽ അതൊക്കെ നമുക്ക് കാണിച്ചു തരുന്ന റസൂല. കൂടിയാലോചനയും അതിൻ്റെ പ്രാധാന്യം. അല്ലാതെ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഈ കൂടിയാലോചനയും വിഷയമൊന്നും ഇല്ല. കാരണം ജ്ഞാനത്തിൻ്റെയോ പ്രതാപത്തിൻ്റെയോ എന്തിൻ്റെങ്കിലും ഒരു കുറവ് വേണ്ടേ? എന്തിൻ്റെങ്കിലും ഒരു കുറവ് വേണ്ടേ? അറിവിൻ്റെ മാത്രമല്ല, ഒന്നിൻ്റെയും ഒരു കുറവില്ലാത്തവനാണ് അള്ളാഹു. അതുകൊണ്ട് ലാക്കിനില്ലാഹു യഷ്ഹദു ബിമാ അൻസല ഇലൈക, നിനക്ക് ഈ അവതരിച്ചത് അള്ളാഹുവിൽ നിന്നാണ്, ഇത് യാഥാർത്ഥ്യമാണ് എന്നുള്ളതിന് അള്ളാഹു സാക്ഷിയാണ്. വേറെ ആ കാര്യത്തിൽ വേറെ സാക്ഷി ആവശ്യമില്ല. അൻസലഹു ബി ഇൽമിഹി, അവൻ്റെ ആ സർവജ്ഞതയിൽ നിന്നാണ് ഇതിനെ അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ ജ്ഞാനത്തിൻ്റെ കമ്മി എവിടെയും ഉണ്ടാവുകയില്ല. വൽ മലായിക്കത്തു യഷ്ഹദൂൻ, അതിന് പുറമെ ഈ കാര്യങ്ങളൊക്കെ അള്ളഞ്ഞ് എത്തിക്കാനൊക്കെ ഏൽപ്പിക്കുന്നത് ആരെ? മലക്കുകളെയാണ്. അവരും അതിന് സാക്ഷികളാണ്. അതായത് ആരൊക്കെയാണോ ഇതിൽ ഇടപെടുന്നത് അവർ മുഴുവൻ ഇതിന് സാക്ഷികളായിട്ടുണ്ട്. വാസ്തവത്തിൽ മലക്കുകളുടെ സാക്ഷിയൊന്നും അള്ളാഹ്ക്ക് ആവശ്യമുള്ളതല്ല. പക്ഷേ മലക്കുകളും ഇതിന് സാക്ഷിയാണ്. കാരണം ഈ സംഭവത്തിൻ്റെ യാഥാർത്ഥ്യം അള്ളാഹുവിനെ കഴിച്ചാൽ പിന്നെ അത് തൊട്ടടുത്ത് അറിയണത് മലക്കുകളാണ്. അവരും ഇതിന് സാക്ഷികളാണ്. വക്കഫാ ബില്ലാഹി ഷഹീദ, സാക്ഷിയായി അള്ളാഹു തന്നെ ധാരാളം മതി. ആരുടെയും സാക്ഷ്യത്തെ ആശ്രയിച്ചല്ല, അള്ളാഹുവിൻ്റെ മാത്രം സാക്ഷ്യത്തെ ആശ്രയിച്ചാണ്. അതാണ് അതിൻ്റെ ഗ്യാരണ്ടി. അതിൻ്റെ ഗ്യാരണ്ടി. ഇതൊക്കെ മനസ്സിലാക്കാനും ഗ്രഹിക്കാനും കേൾക്കാനും ഒക്കെയുള്ള ശേഷി നമുക്കുണ്ട് എന്നുള്ളതാണ്. അതാണ് അള്ളാഹ് സാക്ഷിയാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇപ്പോൾ അത്ര ബാധകമല്ലല്ലോ. പക്ഷേ അള്ളാഹു സാക്ഷിയാണെന്നുള്ള ആ സംഭവം മുഴുവൻ ഗ്രഹിക്കാൻ, അത് പറഞ്ഞത് മുഴുവൻ ഗ്രഹിക്കാനുള്ള മുഴുവൻ ശേഷിയും ഈ മനുഷ്യൻ എന്ന് പറയുന്ന ഈ സൃഷ്ടിക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഗ്യാരണ്ടി, ആ സാക്ഷ്യത്തിൻ്റെ ഗ്യാരണ്ടി നമ്മിലേക്കും നിൽക്കും. തന്നെയുമല്ല, ഈ അയക്കപ്പെട്ട ഈ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാർ മനുഷ്യ സമൂഹത്തിന് മുന്നിൽ സമർപ്പിച്ച അവരുടെ ജീവിതം കൊണ്ടുള്ള സാക്ഷ്യം, അതായത് ലിയക്കൂന റസൂലു അലൈക്കും ഷഹീദ. കാരണം അവരുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ മുന്നിൽ അവരോട് തുറന്നു വെച്ചു. അവരുടെ ലക്ഷ്യത്തിനോട് അവർ പ്രകടിപ്പിച്ച ആ അർപ്പണം, അവർ മുഴുവൻ അതിന് വേണ്ടി ജീവിതം അങ്ങ് സമർപ്പിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ 950 കൊല്ലം സമർപ്പിച്ച നൂഹ് നബിനെ നമ്മൾ ഓർക്കണം. 950 കൊല്ലം എന്ന് പറഞ്ഞാൽ 9.5 നൂറ്റാണ്ടാണ്. റസൂലിനെ പോലെ 23 കൊല്ലം കൊണ്ട് അറേബ്യ മുഴുവനൊന്നും അദ്ദേഹത്തിന് കീഴ്പ്പെട്ട ആളല്ല. വളരെ അപൂർവം കുറച്ച് വളരെ എണ്ണപ്പെട്ട ആളുകൾ. അതന്നെ ഈ കപ്പലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭ്രാന്തൻ എന്ന് വിളിച്ചിട്ട് അദ്ദേഹത്തിനെ കളിയാക്കുന്ന അവസ്ഥകൾ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഈ അവരുടെ സമർപ്പണത്തിൻ്റെ ആ വലുപ്പം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അവരുടെ സത്യസന്ധത, ത്യാഗം, സ്വബർ, പ്രവാചകത്വത്തിൻ്റെ തെളിവായി അവർ സമർപ്പിച്ച മൂസാ നബി, ഈസാ നബിയൊക്കെ സമർപ്പിച്ച അവർ പ്രവാചകന്മാരാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവർ സമർപ്പിച്ച അവരുടെ ആ മുഅ്ജിസത്തുകൾ, അതായത് അവർക്ക് പറ്റുന്ന ചെറിയ പിഴവുകളിൽ പോലുമുള്ള അള്ളാഹുവിൻ്റെ ഇടപെടലുകൾ, ഇങ്ങനത്തെ അവർ നൽകിയ ഭാവിയെക്കുറിച്ച മുന്നറിയിപ്പുകൾ, അവർ നൽകിയ നിയമനിർദ്ദേശങ്ങൾ, അവർ ഉയർത്തിപ്പിടിച്ച ധാർമ്മികമായ മൂല്യങ്ങൾ, ഇതൊക്കെ വാസ്തവത്തിൽ ഇതിന് നമുക്കുള്ള തെളിവുകളാണ്. ഈ പ്രവാചകന്മാർ വന്നിട്ട് അത് അള്ളാഹുവിൽ നിന്നാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന തെളിവുകളാണ്. അതൊക്കെ നമുക്കും ബാധകമായ സംഭവങ്ങളാണ്. ഇനി പറയാനുള്ള വിഷയം എന്താ വെച്ചാൽ,
ഇന്നല്ലദീന കഫറു നിശ്ചയമായും കാഫിരീങ്ങൾ വസദ്ദു അൻ സബീലില്ലാഹി ഖദ് വല്ലു ളലാലൻ ബഈദ. ഇതിനൊക്കെ ഈ വിഷയങ്ങൾ ഈ സംഭവങ്ങളെ മുഴുവൻ അംഗീകരിക്കാത്ത ആളുകൾ, അംഗീകരിക്കുന്നില്ല എന്ന് തന്നെയല്ല, അവർ സ്വയം ഈ ഹിദായത്തിൽ നിന്ന് അവരെ തടഞ്ഞു നിർത്തുകയും മറ്റുള്ളവരെയും തടഞ്ഞു നിർത്തുക. ഈ സദ്ദു എന്ന് പറയുമ്പോൾ രണ്ട് ആശയവും വരുന്നതാണ്. അതായത് സ്വന്തത്തെയും മറ്റുള്ളവരെയും തടഞ്ഞു നിർത്തുക. ഖദ് വല്ലു ളലാലൻ ബഈദ എന്നാണ്. അവർ വല്ലാത്ത പിഴവാണ് പിഴച്ചു പോയിട്ടുള്ളത്. കാരണം അവരൊരിക്കലും, അതായത് അവരൊരു സിസ്റ്റത്തിനകത്തല്ല എന്നുള്ളതാണ്. അതാണ് പറയുന്നത്. അവരൊരു സിസ്റ്റത്തിനകത്തല്ല. നമ്മളിപ്പോൾ ഒരു സിസ്റ്റത്തിനകത്താണ്. അതായത് ഈ ദുൽമുണ്ടല്ലോ, അള്ളാഹു വെച്ചൊരു ക്രമമുണ്ട്. ആ ക്രമത്തിനകത്താണ് ഇപ്പം നമ്മളുള്ളത്. ഈ അകത്ത് പല ഓപ്ഷനും ഉണ്ട്. അതായത് അകത്ത് നിൽക്കുന്ന ആൾക്ക് പിഴവ് പറ്റിയാൽ പല ഓപ്ഷനും ഉണ്ട്. അതായത് പുറത്ത് തരും, മാപ്പ് തരും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ സിസ്റ്റത്തിന് പുറത്ത് നിൽക്കുന്ന ആളുകൾ ഇത് വളരെ ദൂരെയാണ് നിൽക്കുന്നതെന്നാണ്, വളരെ വിദൂരമാണ്. കാരണം ഒരിക്കലും ഈ സിസ്റ്റത്തിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളൊന്നും ഈ വിദൂരമായി നിൽക്കുന്നവർക്ക് കിട്ടില്ല. ഇവർക്ക് ഇനി ആകെ എന്തേ മാർഗമുള്ളൂ? തൗബ മാത്രമേ മാർഗമുള്ളൂ. അതായത് എവിടെയാണോ അവർക്ക് പിഴച്ചത് ആ നിലപാടുകളിൽ നിന്ന് അള്ളാഹുവിലേക്ക് തിരിച്ചു വന്ന് ഈ സിസ്റ്റത്തിനകത്ത് കയറുക. ഈ സിസ്റ്റത്തിനകത്ത് കയറി അതിനകത്ത് പല ആനുകൂല്യങ്ങളുണ്ട്. അത് നമ്മളുടെ വിശ്വാസം കറക്റ്റാണെങ്കിൽ അമലുകളിൽ വരുന്ന വീഴ്ചകളും കാര്യങ്ങൾക്കൊക്കെ അള്ളാഹു ഗഫൂറും റഹീമും അഫൂവും ഒക്കെ ആയി മാറുന്ന അത് ഈ സിസ്റ്റം ഉണ്ട്. പക്ഷേ ഇവർ ഈ സിസ്റ്റത്തിൻ്റെ പുറത്താണ്. ഇന്നല്ലദീന കഫറു വസദ്ദു എന്നൊക്കെ പറയുന്ന ഈ കൂട്ടർ ഇതിൻ്റെ പുറത്താണ്. ഇന്നല്ലദീന കഫറു വളലമു, അതാ കണ്ട, കഫർ അവർ അംഗീകരിക്കുന്നില്ല എന്ന് തന്നെയല്ല, വളലമു എന്ന് പറഞ്ഞാൽ അവർ ക്രമത്തിനകത്താണ്, അക്രമമാണ്, അവർ ക്രമത്തിനകത്താണ്. അങ്ങനെ ക്രമത്തിന് അകത്ത് പുറത്തു പോയ ആളുകൾ അള്ളാഹുവിൻ്റെ രീതിയല്ല, ലം യകുനില്ലാഹു ലിയഗ്ഫിറ ലഹും, ആ ക്രമത്തിന് പുറത്തു പോയ ആളുകൾക്ക് പുറത്തു കൊടുക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ സുന്നത്തിന് എതിരാണ്. അത് അള്ളാഹുവിൻ്റെ രീതിയല്ല. അള്ളാഹു നിശ്ചയിച്ചൊരു രീതി, അത് പിന്നെ ഇടക്കിടക്ക് മാറ്റണ പരിപാടിയൊന്നും അള്ളാഹു ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ ജ്ഞാനത്തിൽ കുറവോ കൂടുതലോ സംഭവിക്കുകയില്ല. അതുകൊണ്ട് തീരുമാനിച്ചത് തന്നെ. ആ തീരുമാനത്തിനകത്തേക്ക് നമ്മൾ അങ്ങോട്ട് ചെല്ലുക എന്നല്ലാതെ അള്ളാഹു ഇങ്ങോട്ട് വരണ പരിപാടി എങ്ങനെയായാലും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ലിയഗ്ഫിറ ലഹും, അവർക്കൊരിക്കലും പുറത്തു കൊടുക്കുന്നൊരു സിസ്റ്റം അതിനകത്തില്ല. വലാ ലിയഹ്ദിയഹും തരീഖ, വേറെ രണ്ട് തരീഖുകളേ ഉള്ളൂ. ഒന്ന് ഈ സിസ്റ്റത്തിനകത്ത്, അല്ലെങ്കിൽ പുറത്ത്. അതായത് ഒന്നിൽ നമ്മളെന്താന്ന് ചോദിച്ചാൽ നമ്മൾ മനഃപൂർവ്വം അതിലേക്ക് ചെന്ന് അത് പിടിക്കണം. രണ്ടാമത്തെ വിഷയം എന്താ ചോദിച്ചാൽ അത് പിടിച്ചില്ലെങ്കിൽ ഇതിൽ പോയി പെടും എന്നുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ സംഭവം. ഇത് നമ്മളിപ്പോൾ മൈനസ് മാർക്കില്ലേ, മൈനസ് മാർക്ക് പോലെ ഒരു സംഭവത്തിന് തെറ്റെഴുതിയ പുറത്ത് പോവില്ലേ, ഇത് പുറത്ത് പോകും എന്നതുപോലെ നമ്മൾ ഇതാണ് ഇതിൻ്റെ ഒക്കെ നല്ല കാഴ്ചകളുണ്ട് ഇതിൽ. ഇല്ലാ തരീക്ക ജഹന്നമണ്ട, ആ തരീക്കിൽ പോയിട്ട് പെട്ടിട്ടില്ലെങ്കിൽ അടുത്തതിൽ അനിവാര്യമായും പോവും, അത് ഉറപ്പാണ്. കാരണം മൂന്നാമതൊരു വഴിയില്ല, രണ്ട് വഴികളേ ഉള്ളൂ. ഒന്ന് നമ്മൾ കൽപ്പിച്ചു കൂട്ടി മനഃപൂർവ്വം തിരഞ്ഞെടുക്കണം. രണ്ട് നമ്മൾ ആ മനഃപൂർവ്വം അത് തിരഞ്ഞെടുത്തില്ലെങ്കിൽ പോയി അനിവാര്യമായും പെടും. അത് പ്രത്യേകം തിരഞ്ഞെടുക്കണം എന്നില്ല. അതിനാണ് ഞാൻ ഇപ്പോൾ ഈ പുല്ലും കാടും ഒക്കെ നമ്മൾ ഉദാഹരണം പറയും. കാരണം അതിലിടക്ക് നമ്മൾ കഴുകും തീ വെച്ചിട്ടുണ്ട്, അത് വെച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ മൂടി പുല്ല് മേലേക്ക് വന്ന്, വാസ്തവത്തിൽ നമ്മൾ കഴുകും തയ്യാണ് ഉണ്ടാക്കാൻ വേണ്ടി വെച്ചത്. പുല്ലോ അത് നമ്മൾ ഇടക്ക് വെട്ടി ചെത്തി എത്രയോ പ്രാവശ്യം ചെത്തി, പക്ഷേ അതിനൊരു പോറലും ഇല്ലാതെ അത് ഭയങ്കരമായിട്ട് വരുന്നത്. എന്തുകൊണ്ട്? അത് അതിൻ്റെ സിസ്റ്റമാണ്. ഇതന്നെയാണ് ശരിക്കും നമ്മൾ ഈ നരകത്തിലേക്ക് പോകുന്നതും. ഒന്നിനെ നമ്മൾ പരിപാലിച്ചില്ലെങ്കിൽ അടുത്തത് വന്ന് നമ്മളെ മൂടും. അത് അനിവാര്യമാണ്, അതിന് മാറ്റമൊന്നുമില്ല. അതങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം കിടക്കുന്നത്. അതാണ് ഇല്ലാ തരീഖ ജഹന്നമ ഖാലിദീന ഫിഹാ അബദ, ശാശ്വതമായി ആ തരീഖിലേക്ക്, ആ ജഹന്നമിൻ്റെ തരീഖിലേക്ക് അയാൾ പോയി പെടും. അതന്നെയാണ് അതിൻ്റെ പ്രശ്നം, അതന്നെയാണ് അതിൻ്റെ പ്രശ്നം. നമ്മളിങ്ങനെ ഇല്ലാണ്ടാകുകയാണ് ചെയ്ത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ അനിവാര്യമായും ഇത് പോയി പെടും. ഇതെങ്ങനെയെന്നൊക്കെ നമ്മൾ ചോദിച്ചിട്ട് ഇടങ്ങറാകേണ്ട നിൽക്കണ്ട. കാരണം നമ്മൾ ഭൂമിയിലേക്ക് തന്നെ നോക്കിയാൽ മതി. ഏതെല്ലാം ജീവികൾ, ചില ജീവികളൊക്കെ നമ്മൾ ജീവിക്കണം നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തൊരു കഷ്ടപ്പാടിലാണ് അതൊക്കെ ജീവിക്കണത് ഇല്ലേ? മനുഷ്യന്മാർ തന്നെയും അനിവാര്യമായി നമ്മളൊക്കൊന്നും ഒരു തീരുമാനത്തിന് നമ്മൾക്കൊന്നും ഒരു പങ്കുമില്ലാതെ സ്വയം കഷ്ടപ്പാടിൽ പോയി പെടുന്നു.
ഇപ്പോൾ യുക്രൈനിൽ യുദ്ധം തുടങ്ങി. ആ ജനങ്ങൾക്ക് എന്താ അതിൽ പങ്ക്? ഫലസ്തീനിൽ ഇവർ അനുഭവിക്കുന്നു, ആർക്കും അതിലൊക്കെ പങ്ക്? കണ്ട, അള്ളാഹു തന്നെയും ഓരോ പല സൃഷ്ടികളെയും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ ചില ജീവികളൊക്കെ ജീവിക്കുന്നത് കണ്ട ഇഴഞ്ഞ് പോയി എത്രയൊക്കെ കഷ്ടപ്പെട്ട്. കാരണം ഇതൊക്കെ അള്ളാഹുവിന് വളരെ ഈസിയാണ് എന്ന് നമ്മൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഏത് രൂപത്തിലും മനുഷ്യനെ എങ്ങനെയും ജീവിപ്പിക്കാൻ അള്ളാഹു പോന്നവനാണ് എന്നുള്ളതാണ്. അതാണ് അള്ളാഹുവിന് ഇതൊക്കെ വളരെ ഈസിയാണ്. നമ്മളിതൊക്കെ എങ്ങനെ അള്ളാഹുവിന് ഇത്ര ക്രൂരത ഉണ്ടോ, അള്ളാഹു അക്രമിയാണോ എന്നൊക്കെ അങ്ങനെ ചർച്ച ചെയ്തിട്ട് നേരം കളയുക എന്നല്ലാതെ ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അതാണ് യാ അയ്യുഹന്നാസ്, ഹേ മനുഷ്യരെ. ഇനി അള്ളാഹു അതിൻ്റെ ആ ഒരു അവസാന സംഭാഷണം പോലെ പറയാം. നമ്മൾ കുറച്ച് മുമ്പേ ചിലരൊക്കെ പറഞ്ഞില്ലേ, കുഞ്ഞാലിക്കുട്ടിയൊക്കെ പറഞ്ഞിരുന്നു ഇപ്പോൾ ഗ്ലോബൽ മീറ്റിംഗ് ഒക്കെ നടന്നപ്പോൾ ഇത് അവസാനത്തെ ബസ്സാണ്, വേണമെങ്കിൽ കയറിക്കോളി എന്നൊക്കെ. എന്ന പോലെ യാ അയ്യുഹന്നാസു, ഹേ മനുഷ്യരെ, ഖദ് ജാഅക്കുമുർ റസൂലു, ഇതാ ഈ റസൂല് നിങ്ങൾക്ക് ഇതാ നിശ്ചയമായും വന്നിരിക്കുന്നു. ഈ റസൂലാണ്, ഇത് ദാ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. ബിൽ ഹക്ക്, നിങ്ങളെ അറിയിക്കേണ്ട സർവ്വ യാഥാർത്ഥ്യങ്ങളുമായിട്ടാണ്. ഇനിയൊന്നും ബാക്കി വെച്ചിട്ടില്ല എന്ന്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും. കണ്ട, ഇനിയൊന്നും ബാക്കി വച്ചിട്ടില്ല. മനുഷ്യരെ അള്ളാഹു എന്തൊക്കെ അറിയിക്കണമെന്നാണോ അള്ളാഹു നിശ്ചയിച്ചത് അതിൻ്റെ പൂർത്തീകരണമായി ഇതാ ഈ റസൂല് നിങ്ങൾക്ക് വന്നിരിക്കുന്നു. ഫആമിനു, അതുകൊണ്ട് നിങ്ങളങ്ങ് അദ്ദേഹത്തിൽ അങ്ങ് വിശ്വസിച്ചോളൂ. ഫആമിനു ഖൈറല്ലക്കും, അതാണ് മനുഷ്യനിൽ എന്നുള്ള നിലക്ക് നിങ്ങൾക്കുള്ള നന്മ. നിങ്ങൾക്ക് നന്മക്ക് ആ ഒരു ഒറ്റ വഴി മാത്രമേ ഉള്ളൂ, മറ്റൊരു വഴി അള്ളാഹു വെച്ചിട്ടില്ല. വഇൻ തക്ഫുറു, നിങ്ങളിനി അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ അപ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫഇന്ന ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ്, നിങ്ങളുടെ ജീവൻ, ജീവിതം, ആരോഗ്യം, സമ്പത്ത്, സൗകര്യങ്ങൾ, ഭക്ഷണം, വായു, വെള്ളം, നിങ്ങൾ ഈ എന്തൊക്കെ സൗകര്യങ്ങൾ അനുസരിച്ചാണോ ഭൂമിയിൽ ജീവിക്കുന്നത് അതിൻ്റെ ഏതെങ്കിലും ഒന്നെടുത്തിട്ട് നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. അതിൽ നിങ്ങൾക്ക് എന്താ അധികാരം? നിങ്ങൾക്ക് എന്താ അധികാരം? ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമുക്ക് അധികാരമുള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ടോ? പക്ഷേ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഒക്കെ അധികാരി നമ്മളാണെന്നുള്ള ഭാവത്തിലാണ് നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഫഇന്ന ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിലോ ഭൂമിയിലോ എവിടെയായാലും നിങ്ങൾക്ക് ഒരധികാരവുമില്ല, അത് മുഴുവൻ അള്ളാഹുവിൻ്റെ അധികാരത്തിലാണെന്ന് നമ്മൾ കാണുകയാണ്, നമ്മൾ കണ്ടും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും എന്താ ചോദിച്ചാൽ നമ്മൾ ഈയാമ്പാറ്റകൾ ഈ തീയിൽ പോയി വീഴുന്നത് പോലെ നമ്മുടെ അധികാരത്തിലാണെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ നരകത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് തടയിട. വകാനല്ലാഹു അലീമൻ ഹക്കീമ, അള്ളാഹു ഈ മനുഷ്യരുടെ മുഴുവൻ മനസ്സിനെക്കുറിച്ചും അതിൻ്റെ സംഭവങ്ങളെക്കുറിച്ചും അഗാധമായി അറിയുകയും അതിനനുസരിച്ചാണ് അള്ളാഹുവിൻ്റെ സിസ്റ്റം മുഴുവൻ ഈ ഭൂമിയിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. അത് മുഴുവൻ യുക്തിഭദ്രമായി മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിലാണ് ഈ സിസ്റ്റത്തിൻ്റെ മുട്ടനിൽപ്പ്. ഇതിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധ കൊടുത്താൽ, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അള്ളാഹുവിൻ്റെ ലക്ഷ്യത്തിന് ഒരു പ്രശ്നമില്ല. അള്ളാഹു ഒരു പരിപാടിയും വഴിയിൽ ഉപേക്ഷിക്കാൻ പോകുന്നില്ല. അത് എന്താണോ അള്ളാഹു തീരുമാനിച്ചത് അത് അതിൻ്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യും. പക്ഷെ നമ്മൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള അള്ളാഹു തെളിവുകൾ ഭൂമിയിൽ വാരി വതറിട്ടിട്ട് നമ്മളങ്ങോട്ട് നോക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. നമ്മുടെ വിദ്യാഭ്യാസ രീതികളൊന്നും അതിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകുന്ന രൂപത്തിലല്ല അത് സജ്ജീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ നിന്നൊക്കെ വളരെ വലാലം ബായിദ എന്നൊക്കെ പറയുന്ന ദൂരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്, നമ്മുടെ സമൂഹം നിൽക്കുന്നത്. അപ്പോൾ അതാണ് അലീമൻ ഹക്കീമ എന്ന് പറയുമ്പോൾ അള്ളാഹു ആ മുഴുവൻ ജ്ഞാനത്തോടു കൂടിയാണ് ഈ ഭൂമിയും നമ്മളെയും അതിൻ്റെ സർവ്വസംഭവങ്ങളെയും സംവിധാനിച്ചിട്ടുള്ളത് എന്നാണ്. ഇനി നമുക്ക് മിക്കവാറും ഒരു ക്ലാസ്സും കൂടിയേ ഈ സൂറത്തുൽ നിസായിൽ നമുക്ക് അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് അത് അവസാനിക്കും. നമുക്ക് നിർത്താം. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.